അൻസിബയെ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കിയതാണോ? അൻസിബയുടെ കാര്യത്തിൽ ബിഗ് ബോസ് കള്ളത്തരം കാണിച്ചതാണോ? ഒരുപാട് ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിൽ ഇന്നലെ തെളിവ് സഹിതം വാർത്ത വന്നിരുന്നു. അൻസിബയെ ബിഗ് ബോസ് പുറത്താക്കിയതാണ് മനഃപൂർവ്വം. ജാസ്മിനെതിരെ അൻസിബ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ് ബിഗ് ബോസിനെ ചൊടിപ്പിച്ചത് എന്നും പല യൂട്യൂബ് ചാനലിലും പറയുണ്ടായി. ഇതിൻ്റെ സത്യാവസ്ഥയുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം, അൻസിബ ജാസ്മിനെതിരെ ഗെയിം കളിക്കുന്നൊരു വ്യക്തിയാണ്. അൻസിബയുടെ ടാർഗറ്റ് ജാസ്മിനായിരുന്നു. എന്തുണ്ടായാലും അൻസിബ ഉള്ളതുപോലെ പറയുന്നൊരു കുട്ടിയാണ്. ആദ്യകാലങ്ങളിൽ അൻസിബ ഉണ്ടായിരുന്നു. ബിഗ് ബോസിലെ കണ്ണിലെ കരടായിരുന്നു ഒരുപക്ഷെ അൻസിബ. ഈ ഓൺലൈൻ പല യൂട്യൂബ് ചാനലിലും വന്ന് തെളിവ് സഹിതം വന്നിട്ടുണ്ട് അൻസിബയെ ബിഗ് ബോസ് പുറത്താക്കിയത്. ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറയാം. ഞാനും നമ്മുടെ പോളിങ്ങിലിട്ടായിരുന്നു. അതിൽ ടോപ്പായിട്ടുള്ള നമ്മുടെ കണ്ടസ്റ്റൻസ് ആയ അർജുൻ, ജിൻഡോ, അഭിഷേക്, ജാസ്മിൻ, ഇവരുടെ കൂടെ ഞാൻ നമ്മുടെ അൻസിബയും ഇട്ടു. ആർക്കാണ് വോട്ടിംഗ് കൂടുതലെന്നും പറയും. അതിൽ കൂടുതലും കണ്ടത് അൻസിബയ്ക്ക് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. അൻസിബയ്ക്ക് അത്യാവശ്യം ഈ ടോപ്പായ മത്സരാർത്ഥികളുടെ കൂടെ അൻസിബയ്ക്ക് നല്ല ഇതുണ്ട്, വോട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ കയറി നോക്കി. അവരുടെ ഇതിലെല്ലാം അൻസിബയ്ക്ക് ടോപ്പിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അൻസിബ പുറത്താകാൻ കാരണം? ഇതേ പോളിംഗ് വന്നതല്ലേ നമ്മുടെ അപ്സരയ്ക്കും കുറവാന്ന്. അപ്സര പുറത്തായി, സത്യമാണ്. പക്ഷെ അൻസിബ എന്തുകൊണ്ട് പുറത്തായി? ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറയാം, ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അൻസിബ പുറത്തായി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് പല മാധ്യമങ്ങളിലും ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളിൽ ഇട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശ്രീധുവിൻ്റെയും മുടിയൻ്റെയും പേരിട്ട്. പക്ഷെ അവർക്കെല്ലാം വോട്ടിംഗ് കുറവാണ്. എല്ലാ ഈ ചാനലുകളും ഞാൻ നോക്കിയിട്ട് വോട്ടിംഗ് കുറവാണ്. ഇന്നലെ പല ആളുകളും ഞെട്ടിപ്പിക്കുന്ന പല തെളിവ് സഹിതം കൊണ്ടുവന്നു. അതിലെല്ലാം പറയുന്നത് അൻസിബയെ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കുക. ഞാനത് വിശ്വസിക്കുന്നില്ല. വേറൊന്നുമല്ല, നമുക്ക് വിശ്വസിക്കാതിരിക്കാം. ബിഗ് ബോസ് അങ്ങനെ ഉടായ്പ കാണിക്കുമോ ഇല്ലയോ നമുക്ക് നമ്മുടെ ഈ തെളിവില്ല. അവരുടെ തെളിവുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. നമ്മുടെ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് പറയുന്ന വെറുതെ വായി തോന്നുന്ന പറയുന്ന കാര്യം ശരിയല്ലല്ലോ. പക്ഷേ അൻസിബയ്ക്ക് തന്നെ അൻസിബയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒട്ടും വിശ്വസിച്ചില്ല എങ്ങനെ എന്നും പറയുന്നുണ്ട്. പിന്നെ പല ആളുകൾക്കും പല യൂട്യൂബ് ചാനലിൽ വന്നൊരു കാര്യമാണ് അൻസിബ എവിടെയെങ്കിലും മാറിയിരുന്ന് കുറ്റം പറയുന്നതും പരദൂഷണം ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നതും കട്ടിലേ ഇരിക്കുന്നതും ഒക്കെയാണ് ബിഗ് ബോസ് കൂടുതലും കാണിച്ചത്. അത് ഒരു പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ശരിയായ ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, അൻസിബയുടെ നമ്മൾ കണ്ടതെല്ലാം ഒരു കട്ടിലിനവിടെ ഇരിക്കുന്നതും മുടിയനുമായിട്ട് സംസാരിക്കുക, അല്ല അഭിഷേകമായിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വേറെ ഒന്നും നമ്മൾ അൻസിബയുടെ കുറച്ച് വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് ബിഗ് ബോസ് അൻസിബയെ മോശക്കാരെയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇത് ചെയ്യുന്നതെന്നാണ് അതെനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അൻസിബ മാറിപ്പോയി ഇരിക്കുന്നത് മാത്രമല്ല, അൻസിബ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബിഗ് ബോസ് പുറത്തു കൊണ്ടുവന്നിട്ടില്ല, വീഡിയോ കാണിച്ചിട്ടുമില്ല. പിന്നെ നമ്മുടെ മുടിയനും ശ്രീധുവിനും വോട്ട് കുറവായിരുന്നു. അതെല്ലാ യൂട്യൂബിലും ഇതിൻ്റെ ഉള്ള പോളിങ്ങിൽ വോട്ട് കുറവായിരുന്നു. പക്ഷെ അവരിപ്പോഴും അവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തെളിവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലെ പറയുന്നത് ബിഗ് ബോസിന് വിശ്വാസം എന്ന് പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.